സുമേഷ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മളെവിടേക്ക് വന്നേക്കണേട്ടാ? വാഴാനിക്കാവ്. അവിടേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പിള്ളേർ ഞങ്ങളൊക്കെ കൂടിയിട്ട് ഒന്ന് കറങ്ങാം. പിന്നെ നമുക്കൊരു ഡ്രസ്സ് പർച്ചേസിങ് ഉണ്ട്. നടക്കുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ സമയം ഒരു 4:30 ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലക്കാടാണത്, പാലക്കാട് ജില്ലയുണ്ട്. അവിടെയാണ് നമ്മുടെ ഭാരതപ്പുഴ. അടിപൊളിയുണ്ടല്ലോ അവിടെ. എന്തോ ഡാൻസിൻ്റെ പ്രാക്ടീസാണ്, എന്തോ ഫോട്ടോഷൂട്ടാന്ന് തോന്നുന്നുണ്ടല്ലേ അവിടെ. അപ്പം എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഞായറാഴ്ച. ഇപ്പോൾ ഇങ്ങനെ വെറുതെ വീട്ടിലിരുന്നപ്പോൾ ഇങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്കൊന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞങ്ങളിന്ന് റെഡി എന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. നമ്മളിങ്ങനെ കുറേ സമയം അല്ലെങ്കിൽ കുറേ ദിവസമൊക്കെ വീട്ടിലിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമല്ലേ. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മുടെ തിരക്കും കാര്യങ്ങളും കൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തീരുമാനം എടുത്തത് പോകാമെന്നുള്ളത്. അപ്പോൾ എങ്ങോട്ട് പോകുമെന്നുള്ളത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് തോന്നിയത് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാമെന്നുള്ളത്. വാഴാനിക്കാവ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ അമ്പലത്തിൽ പൂരാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് പൂരാന്ന് അറിയണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. ഈ ഒരു ടൈമായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ എല്ലാ അമ്പലങ്ങളിലും ഉത്സവവും പൂരം എല്ലാം വേലകളും ഒക്കെ നടക്കുന്ന ഒരു ടൈമാണിത്. ഇപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയുടെ ഒരു സൈഡാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ. ഞങ്ങൾ വന്ന സമയത്ത് കുറച്ചിങ്ങനെ വെയിൽ മങ്ങി ഇങ്ങനെ എന്താ പറയുക സൂര്യൻ താന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം സൂര്യനൊക്കെ താന്ന് നല്ല ഒരു ലൈറ്റ് ഉള്ളൊരു ടൈമായിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് അവിടെ കുളിക്കാനും അലക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും ഒരു ഗ്രാമത്തിൻ്റെ ഒരു എന്താ പറയുക, ശരിക്കും അങ്ങനത്തെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്നത്. കുറേ ആൾക്കാരുകളും നമ്മുടെ ഇവിടെ ആൾക്കാരില്ല എന്നല്ല കേട്ടോ, എന്നാലും ഒരു പ്രത്യേക ഒരു ശരിക്കൊരു പക്ക ഒരു ഗ്രാമത്തിലേക്ക് വന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് മണലിൽ കൂടെ നടന്നു വന്നിട്ട് കാലിലൊക്കെ നിറച്ച് മണലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് എന്തായാലും കാലൊക്കെ കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കാലൊക്കെ നനച്ചിരുന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സുഖവും എന്താ പറയുക ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു അത്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഡാൻസ് സ്കൂളിൻ്റെ കുറച്ച് ആൾക്കാരാണെന്ന് തോന്നുന്നു അവിടെ ഷൂട്ടിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാട്ടൊക്കെ വെച്ച് അവർ ഡാൻസൊക്കെ കളിച്ചിട്ട് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വെള്ളത്തിൽ കാല് മുക്കിയിരുന്നപ്പോഴാണ് കുഞ്ഞു കുഞ്ഞു മീനുകൾ വന്നിട്ട് കാല് സ്പാ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ അത് കുറച്ച് നേരം കാലൊക്കെ മുക്കിയിരുന്നപ്പോൾ അക്കുണിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇക്കിളി കൂടുതലാണ്. മീൻ വന്നിങ്ങനെ കാലുമ്പോൾ കൊത്തുമ്പോഴേക്കും മക്കണു കാല് വലിക്കും. എന്നാൽ അവനത് കാല് മുക്കി വെക്കാൻ വേണം. അപ്പോൾ അങ്ങനെ കല്ല് പറയണം എൻ്റെ കാലുമ്പോഴും വന്ന് കടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു. പിന്നെ എന്താ പറയുക, നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളായതുകൊണ്ടും നല്ല അടിപൊളി സ്ഥലമായതുകൊണ്ടും ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ അവിടെ ഇരുന്നിട്ട് എടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ പിള്ളേർക്കും ഒരു സന്തോഷമാണ് നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ. അവരും കുറേ ദിവസം പഠിപ്പും സ്കൂളും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇനിയിപ്പോൾ വെക്കേഷനാണ് ആവാൻ പോകുന്നത്. അപ്പോൾ പിള്ളേർ തന്നെ അവർക്ക് ഭയങ്കര പ്ലാനിങ്ങാണ്, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ. നടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. ഞാൻ പറയാറുണ്ട് എപ്പോഴും, മുൻകൂട്ടി നമ്മൾ എന്ത് പറഞ്ഞാലും അത് പൊതുവെ നടക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് കാരണം കൊണ്ട് അപ്പോൾ തോന്നുന്ന തീരുമാനങ്ങൾ ചെയ്യാമെന്നാണ് ഇപ്പോൾ തോന്നാറായിട്ടുള്ളത് കേട്ടോ. മുൻകൂട്ടി നമ്മൾ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം കുറേ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യും, ലാസ്റ്റ് അതെല്ലാം വെള്ളത്തിലാവും. അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് തോന്നുന്നത് അത് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അവർ കാലിൽ മുക്കി വെച്ചിരിക്കണുണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം കുറച്ച് നേരം കാലൊക്കെ മുക്കി വയ്ക്കാനായിട്ട്. അപ്പം ഞാനും വെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ കുറച്ച് നേരം അനങ്ങാണ്ടിരിക്കുമ്പോഴാണ് അവർ നമ്മുടെ കാലുമ്മേലേക്ക് വന്നിട്ട് ഇങ്ങനെ കൊത്തണതിട്ട്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു സുഖം ഒക്കെ ഉണ്ടായിരുന്നു അത് ചെയ്യുന്ന സമയത്ത്. കുറച്ച് നേരം അങ്ങനെ കാല് മുക്കിയിരുന്നു. പക്ഷേ നമുക്ക് അക്കുണ് പറഞ്ഞ പോലെ ഈക്ലി ആവുന്നത് കൊണ്ട് തന്നെ കാല് ഞാൻ വലിക്കാനായിട്ട് നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അക്കുണിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങാണ്ട് ഒരു സമാധാനം ഇല്ല. അതിലെന്തൊക്കെയോ കാണിച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം ആ പാറയമ്മ ചവിട്ടി നിൽക്കും. പക്ഷേ വഴുക്കലുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളും. അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു വല്ലാണ്ട് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങേണ്ട മോനെ. കഴിഞ്ഞ കൊല്ലം ഏകദേശം ഈ ഒരു ടൈമിലാണ് എൻ്റെ കാലിന് വയ്യാണ്ടൊക്കെ ആയത്. ഈ സമയത്തല്ല, ഒരു ഏപ്രിലൊക്കെ ആയപ്പോഴാണ്, വിഷു കഴിഞ്ഞതിന് ശേഷമാണ് കാലുമ്മ പരിക്കൊക്കെ പറ്റിയിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അവിടെ പ്രാക്ടീസ് അവർ ഫോട്ടോ എടുക്കാനായിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു പരുന്ത് അവിടെ വട്ടമിട്ട് വറക്കുന്നത് നമ്മുടെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ദേ അക്കൗണ്ടിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ തീരുമാനിച്ചത് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്നുള്ളത്. മുൻകൂട്ടി പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് അത് അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങായിരുന്നു. ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പ്രാന്താണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനെ സപ്പോർട്ടായിട്ട് ചേട്ടൻ നിൽക്കുന്നത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ പറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഴാനിക്കാവ് അമ്പലത്തിൻ്റെ ഒരു സ്ഥലം. ഇവിടെ പാവക്കളി നടക്കുന്നതാണ് പറയുന്നത്. ഞങ്ങളതൊന്നും കണ്ടില്ല. അവിടെ എന്തോ ചീട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഈ ഭാഗത്ത് താമസിക്കുന്നവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കഥ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ പിന്നെ നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്കാണ് പോകുന്നത് കേട്ടോ, കുത്താമ്പുള്ളിക്ക്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ നോക്കിയപ്പോൾ. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി. പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഭയങ്കര ഒരു സൗന്ദര്യം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കുറേ സ്ഥലങ്ങളിൽ കൊയ്ത്തും അതേപോലെ തന്നെ വെള്ളവും മലയും പുഴയും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ്. നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു നടുക്കിൽ കൂടെ ഒരു പാലം പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും പുഴയായിട്ട്. ഈ മഴക്കാലം ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം പോകുന്നത് നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, കുറേ റീൽസിലും കാര്യങ്ങളിലൊക്കെ മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ആ പാലം. അപ്പോൾ ഇതുമ്മ കൂടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടിക്കാണ് കിടക്കാൻ പറ്റുള്ളൂ, 2 വണ്ടികൾക്ക് കിടക്കാനായിട്ട് പറ്റില്ല. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് അവിടെയും കുറേ ആൾക്കാർ വന്നിട്ട്, ഇതേപോലെ സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇവിടെയും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേരുകളും ഒക്കെ കൂടിയിട്ട് കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഒട്ടും സമയം കളയാതെ നമ്മൾ നേരെ ചെന്നത് നമ്മുടെ സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു അടയ്ക്കാറായി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ വന്നോളൂ, എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സ്റ്റാഫൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേ നേരെ വേഗം ഇങ്ങോട്ട് വന്നിട്ട് സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്ക് വന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ മുൻകൂട്ടിയൊന്നും തീരുമാനിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇത് വേഗം നടന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബില്ലടിക്കാനുള്ള തിരക്കിലായിരുന്നു ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഞങ്ങൾ നേരെ എന്താ പറയുക, ഇന്ന ഡ്രസ്സ് എടുക്കണം എന്നുള്ളൊരു ഇതിലൊന്നല്ല കേട്ടോ വന്നത്. ജസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ അടുത്തായതുകൊണ്ട് എന്തായാലും ഇവിടെയും കൂടെ വന്ന് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അടിപൊളി സാരീസൊക്കെ അവിടെ കസ്റ്റമേഴ്സ് വന്ന് നോക്കിയിട്ടാന്ന് തോന്നുന്നു. അവിടെ ടേബിളുമൊക്കെ ഇരിക്കണമെന്ന് കൂടുതലും മഞ്ഞ നോക്കിയിട്ടുള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ട്. മഞ്ഞേമേ കുറേ എന്താ പറയുക വേറെ കോൺട്രാസ്റ്റ് കളറുകളൊക്കെ വരുന്ന സാരികളാണ് കൂടുതലായിട്ട് ആ ടേബിളിമേ ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വന്ന ആരോ ആ കളർ പാറ്റേൺ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നുണ്ട്. അടിപൊളി സാരികളാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എടുക്കണോ വേണ്ടേ എന്നുള്ള ആലോചനയിലാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ പോയിട്ട് എടുത്തത് ഒരു പച്ച സാരിയായിരുന്നു. അപ്പോൾ പച്ച എടുത്ത് വന്നപ്പോൾ ചേട്ടൻ നല്ല ആട്ട് കിട്ടും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ പോയിട്ട് എടുത്താലും അതും എന്തെങ്കിലുമൊക്കെ പച്ച ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഇനി പച്ച വേണ്ട, വേറെ ഏതെങ്കിലും കളർ നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്, ഏതെടുക്കും എന്നുള്ളത്. കണ്ടില്ലേ, 4 ചുറ്റും നമ്മുടെ സാരികളാണ്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ കയറി നോക്കിക്കോളൂ, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ കട അടയ്ക്കാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളിത് നേരെ പോയി നോക്കി. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ പരതിക്കൊണ്ടിരിക്കുകയാണ്. തുണിക്കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു നാഗവല്യം എവിടെ നിന്ന് എടുക്കണം എന്ന് പറയാം. ഇപ്പോൾ കല്ലുവിനാണെങ്കിൽ അതിനേക്കാട്ടി സന്തോഷമാണ് തുണിക്കടയിൽ കയറിയത്. ഇപ്പോൾ അമ്മ ഈ സാരി നല്ല ഭംഗിയുണ്ടെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറെ വെച്ചാൽ നമുക്കൊരു അങ്ങനെ സാരി എടുക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വീട്ടിൽ നിന്ന് വരാത്തത് കൊണ്ട് കറക്റ്റായിട്ട് എന്തൊക്കെ വേണം, ഏത് കളർ അല്ലെങ്കിൽ ഏത് പാറ്റേൺ നോക്കണം എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. വിഷു ആയതുകൊണ്ട് വിഷുവിൻ്റെ ഒരുപാട് സെറ്റ് മുണ്ടും സെറ്റ് സാരികളും അതേപോലെ തന്നെ കളർ സാരികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളതിൽ നിന്ന് 2-3 സാരികളൊക്കെ ഞാൻ ലാസ്റ്റ് സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകളുടെ ഗംഭീര കളക്ഷൻ ഉണ്ട് കേട്ടോ. നിങ്ങൾ പോവാത്ത ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുത്താമ്പുള്ളിയിലേക്ക് ഡ്രസ്സ് മേടിക്കാൻ വരുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കയറിയെങ്കിലും നോക്കണം. നമ്മുടെ ഈ ഒരു കടയിൽ അടിപൊളി കളക്ഷൻസാണ്, പുതിയ പുതിയ മോഡൽസുകളാണ് കൂടുതൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് സെറ്റ് മുണ്ടോ സെറ്റ് സാരി എടുക്കാണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പറ്റിയ ബ്ലൗസും റണ്ണിങ് മെറ്റീരിയലും അങ്ങനത്തെ ഐറ്റംസും കൂടിയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് നോക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ. ഇതാണ് പുതിയ മോഡൽ സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളൊക്കെയാണ്. ഇത് ഫുള്ള് സെറ്റ് മുണ്ടിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ഞാൻ നേരം വൈകിയതുകൊണ്ട് എനിക്ക് സാരി സെക്ഷൻ, അതായത് സെറ്റ് സാരിയുടെ സെക്ഷനിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. നമ്മളിനി കുറേ നോക്കി നിന്നിട്ട് അത് നേരം വൈകണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. പിന്നെ എന്തായാലും വിഷു ആകുമ്പോഴേക്കും ഒരു ദിവസം ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താ പറയുക, തുണിക്കടയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ബോധമില്ല, എനിക്ക് എന്തോ ഒരു ഡ്രസ്സ് വാങ്ങിച്ചാലും മതിയാവാത്ത ആളാണ് ഞാൻ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഒരു ഇങ്ങനെ ഡ്രസ്സ് മേടിക്കാനായിട്ട് കൂടുതലായിട്ട് വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.